സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം കൊച്ചിയിൽ നടന്നു. കേരയിൽ എംഡിയും ദക്ഷിണ റെയിൽവേ അധികൃതരും പങ്കെടുത്ത പ്രാഥമിക ചർച്ചയാണ് നടന്നത്. ചർച്ചകൾ തുടരുമെന്ന് കേരയിൽ എംഡി വി അജിത് കുമാർ അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിയുടെ DPRൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരും ദക്ഷിണ റെയിൽവേയും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേരയിൽ അധികൃതരും റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. എറണാകുളത്തെ ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരയിൽ MD വി അജിത് കുമാർ, ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജൻ സ്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 10-ന് ആരംഭിച്ച ചർച്ച 3/4 മണിക്കൂറോളം നീണ്ടു. ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും തുടർ ചർച്ചകളുണ്ടാകുമെന്നും കേരയിൽ MD വി അജിത് കുമാർ വ്യക്തമാക്കി. കമ്മ്യൂണിക്കേഷൻ ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. വി ഹാഡ് സം ഇനീഷ്യൽ ഡിസ്കഷൻസ്. വി വിൽ കണ്ടിന്യൂ വിത്ത് ദ മീറ്റിംഗ്സ്. കഴിഞ്ഞു സർ, ഇന്നത്തെ ചർച്ച കഴിഞ്ഞാണോ? വി ഹാഡ് സം ഇനീഷ്യൽ ഡിസ്കഷൻസ്. ആ ഇനീഷ്യൽ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി ചർച്ച കണ്ടിന്യൂ ചെയ്യും. സംസ്ഥാന സർക്കാർ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള DPRൽ വലിയ മാറ്റങ്ങളാണ് റെയിൽവേ നിർദ്ദേശിച്ചിട്ടുള്ളത്. സിൽവർ ലൈൻ പദ്ധതിയെ റെയിൽവേയുടെ നാഷണൽ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തണം. നിലവിൽ സ്റ്റാൻഡേർഡ് ഗേജ് വിഭാഗത്തിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സിൽവർ ലൈൻ പാത ബ്രോഡ് ഗേജ് റെയിലാക്കി മാറ്റണം എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇതുകൂടാതെ സിൽവർ ലൈൻ പാതയെ നിലവിലുള്ള റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കണമെന്നും റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നദികൾക്ക് കുറുകെയുള്ള പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും ഇന്ത്യൻ റെയിൽവേയുടെ റൂൾസ് പ്രകാരമായിരിക്കണം എന്നാണ് മറ്റൊരു നിർദ്ദേശം. അതേസമയം സ്റ്റാൻഡേർഡ് ഗേജിൽ വിഭാവനം ചെയ്ത പദ്ധതി ബ്രോഡ് ഗേജിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം സിൽവർ ലൈൻ പദ്ധതിയെ തന്നെ റെയിൽവേയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നീക്കമാണോ എന്നും സംശയിക്കുന്നുണ്ട്. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിയെ തന്നെ എതിർത്തിരുന്ന കേന്ദ്ര സർക്കാരും ദക്ഷിണ റെയിൽവേയും ചർച്ചയ്ക്ക് തയ്യാറായി എന്നതാണ് പുതിയ സാഹചര്യം. കൈരളി ന്യൂസ്, കൊച്ചി.